Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. രാജ്യത്ത് ആശാപ്രവർത്തകർക്ക് ഏറ്റവും അധികം വേതനം നൽകുന്നത് കേരളത്തിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എടക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആശ, അംഗൻവാടി ജീവനക്കാരടക്കം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നതിൽ നിന്നും തൊഴിലാളികൾ എന്ന നിലയിലേക്ക് കേന്ദ്രം അംഗീകരിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സ്കീം ആശ 2005-2006 പ്രഖ്യാപിച്ചതാണ്. അന്നത്തെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സ്കീമായിട്ട് പ്രഖ്യാപിച്ചു. അന്ന് പറഞ്ഞ ഇൻസെന്റീവ്സ് കൊടുക്കും. അതിനകത്ത് എഴുതി വുമൺ വോളണ്ടിയർ ആയിരിക്കും. ഗൈഡ് ലൈനിലുണ്ട്. സ്റ്റേറ്റിന് മാറ്റാൻ പറ്റില്ല. ആ ഗൈഡ് ലൈൻ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് സന്നദ്ധ പ്രവർത്തകരായിരിക്കും, സ്ത്രീ സന്നദ്ധ പ്രവർത്തകരായിരിക്കും. അന്നത്തെ ഗവൺമെന്റ് എഴുതിയ ഗൈഡ് ലൈനിൽ ഇത്രയും നാളായിട്ടും മാറ്റം വരുത്തിയിട്ടില്ല. സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ഇൻസെന്റീവ് മാത്രം പ്രഖ്യാപിക്കപ്പെട്ടു. 2006-2007 ബഹുമാനിയായ ശ്രീമതി ടീച്ചർ ഇവിടെ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ആശാ സ്കീം നമ്മളും ഇവിടെയും നടത്താൻ തുടങ്ങി. 2010-11 ആദ്യമായിട്ട് ഓണറേറിയം സ്റ്റേറ്റ് പ്രഖ്യാപിച്ചു. 300 രൂപ പ്രഖ്യാപിച്ചു. ആ സർക്കാരിന്റെ അവസാന കാലത്ത് 500 രൂപയായിട്ട് ഉയർത്തി. അടുത്തു വന്ന സർക്കാർ 2013 മുതൽ ആണ് 500 രൂപ കൊടുത്തു തുടങ്ങിയത്. പിന്നീട് ഓരോ വർഷവും 100 രൂപ വീതം ആ ഗവൺമെന്റ് കൂട്ടി മുന്നോട്ട് പോയി. ഇപ്പൊ വർഷാടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ കണക്ക് 2011-12 500, 2012-13 അത് കൊടുക്കുന്നത് 14-15 600, 13-14 700, 14-15 900. ഇപ്പൊ 900 രൂപയാണ് കൊടുത്തത്. പിന്നീട് പോകുമ്പോൾ 1000 രൂപ പ്രഖ്യാപിച്ചു. പിന്നീട് വന്ന 2016 വന്ന സർക്കാർ 1000 രൂപ കൊടുത്തു തുടങ്ങി. 2016-17 100 രൂപയല്ല കൂട്ടിയത്, 1500. 17-18 2000 ആക്കി. 18-19 4000 ആക്കി. 19-20 4500 ആക്കി. 20-21 5000, 21-22 6000, 23-24 7000. ഇനിയും കൂട്ടണമെന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നെങ്കിൽ സഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാമായിരുന്നു. ആരും കൊടുത്തില്ല. ഞാൻ പറഞ്ഞത് ഇതാണ് ഡേറ്റ, ഇതാണ് നൽകുന്നത്. കേരളത്തിന്റെ നിലപാട് എന്താണ്? കേന്ദ്ര സ്കീമാണെങ്കിലും ആശയാകട്ടെ, അങ്കണവാടി പ്രവർത്തകർ ഇന്നിപ്പോ പാർലമെന്റിൽ വെച്ച് ഒരു മറുപടി ലഭിക്കുന്നു. അങ്കണവാടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ഈ ജീവനക്കാരായിട്ട് കണക്കാക്കണമെന്ന് ഒരു ഹൈക്കോടതി വിധി ഉണ്ടായപ്പോൾ അതില് അപ്പീല് പോവുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിട്ടുണ്ട്. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ.ടി. ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ 1.27 കോടി ചെലവിലാണ് എടക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഫാർമസി സ്റ്റോർ, ആധുനിക രീതിയിലുള്ള OP കൌണ്ടർ, പരിശോധനാ മുറി, ആധുനിക ലാബ് സൌകര്യം, കാത്തിരിപ്പ് സ്ഥലം, ഒബ്സർവേഷൻ റൂം, മുലയൂട്ടൽ മുറി, ജീവനക്കാർക്കും രോഗികൾക്കുമുള്ള ശൌചാലയം എന്നിവ പുതിയ കെട്ടിടത്തിലുണ്ട്. മികച്ച അംഗൻവാടി പ്രവർത്തകയ്ക്കുള്ള അംഗീകാരം നേടിയ PP സീനത്തിനെ മന്ത്രി ആദരിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, എടക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ആയിഷക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ പാർലി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സിന്ധു പ്രകാശ്, കബീർ പനോളി, ഫസീൽ മുജീബ്, അംഗം P മോഹനൻ, ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ TN അനൂപ്, ആർദ്രം നോഡൽ ഓഫീസർ KK പ്രവീണ, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK ബഹാവുദ്ദീൻ, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KM അമീൻ ഫൈസൽ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.